ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരുലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത് കിട്ടുന്നത് വെച്ചാൽ നമ്മുടെ സിറ്റി ടൂവിൽ നമ്മുടെ അവിടുത്തെ വീട്ടിലത്തെ ഗ്യാരേജിൽ നമ്മുടെ ഒരു ഗ്രാൻഡ് ഫാദർ ഒരു വണ്ടി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം കുറേ കാലം അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ കൊണ്ടുവച്ച വണ്ടി ഗ്രാൻഡ് ഫാദറിൻ്റെ വണ്ടിയായിരുന്നു. അത് അത്യാവശ്യം ഭയങ്കര ലോങ്ങായി ആ വണ്ടി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അവിടെ പോയി എടുക്കാനുള്ളൊരു പ്ലാനിലാണെന്ന്. കിട്ടുമോ ചേട്ടാ ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ നല്ല താഴേക്കിറങ്ങി ഒന്നും കഴിച്ചിട്ടില്ല. നല്ല രാവിലെ വെറുതെ ഇരിക്കാണ്ടോ ഞായറാഴ്ചയാണല്ലോ വിചാരിച്ചിട്ട് വെറുതെ ഇറങ്ങിയതാണ് ആ വണ്ടി റെഡിയാക്കാൻ. നമുക്ക് പ്ലാൻ ഉണ്ട് ആ വണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ എന്തായാലും അപ്പൻ്റെ കാലത്തുള്ള വണ്ടിയാണ്, റെഡിയാകുമെന്നൊന്നും അറിയില്ല. ഫുള്ള് തുരുമ്പിടിച്ചിട്ടുണ്ടാവും വണ്ടി. കാരണം കുറേ കാലം വെയിലത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മൾ പുതിയ ചെക്കനെ എങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും പറയുക. കാരണം കുറേ കാലത്തിന് ശേഷം നമുക്ക് വലിയൊരു ആഗ്രഹമാണ് നമ്മളേതായിട്ടൊരു വണ്ടി ഇറക്കണമെന്ന്. അങ്ങനെ ഇറക്കിയ വണ്ടിയാണ് ഈ വണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വണ്ടിയിലത്. അപ്പോൾ നല്ല നമുക്ക് ഫുഡ് കഴിക്കണം. നമ്മളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കൽ ഫുഡൊക്കെ. എന്തായാലും രാവിലെ അല്ലേ, നമുക്ക് ചെറിയ എന്തെങ്കിലും കടിയിട്ട് തിന്നാം. മീൻസ് ഞാൻ രാവിലെ എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കുള്ള മുട്ട പപ്സും ലൈമും അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നാം, നോക്കാം. നല്ല എന്തെങ്കിലും തിന്നു തന്നെ. അല്ലാണ്ട് ഇവിടെ നിന്ന് കിട്ടാനേ കഴിച്ച് പുട്ടൊന്നും ഇവിടെ ഇല്ല. അതൊരു ലൊട്ടക്കടയാണ്. മെല്ലെ പോയിട്ട് നമുക്ക് എല്ലാം മുട്ട പപ്സും അവിൽ മിൽക്കായിട്ട് പറയാം. രാവിലെ തന്നെ അവിടെ ഒടുക്കത്തെ തിരക്കാണ്. നമുക്ക് എന്തോരം ആൾക്കാരാണ്. ചേച്ചിയെ ഒരു 2 മുട്ട പപ്സും പിന്നെ ഒരു അവിൽ മിൽക്കും. എന്താ ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക? ഓർഡർ എടുക്കുക. 2 മുട്ട പപ്സും ഒരു അവിൽ മിൽക്ക് കൊടുത്ത് ചേച്ചി. അപ്പോൾ നമുക്ക് നല്ല അവിടെ പിരിക്കാം. നമ്മളവിടെ പിരിക്കുക. ഇവിടെ ഇരുന്നല്ലോ വേണ്ടല്ലേ, ഇവിടെ ഇരിക്കുക അല്ലേ. പക്ഷെ നമ്മൾ എല്ലാം എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. ഏകദേശം അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലെന്ന് പറയുന്ന രസം അടിപൊളി സാധനം. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് കയ്യേണ്ട കാര്യമുണ്ടോ? അവിൽ മിൽക്കും പപ്സും അല്ലെന്ന് വേറെന്തെങ്കിലും ഗ്ലൗസ് മെല്ലെ കയ്യെന്ന് കേൾക്കണ്ട. ടിഷ്യൂ പേപ്പറിലായിട്ട് തുടക്കിയിട്ട് എന്തായാലും തന്നെ ഇലയിൽ അല്ലാണ്ട് ഒന്ന് വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും വണ്ടി എടുത്ത് മെല്ലെ സ്കൂട്ടാവും. വണ്ടി വെയിൽ തിരക്കണമെങ്കിൽ നമ്മൾ സെറ്റ് ലുക്കായിട്ടാണ്. നമ്മൾ ക്രൂവിൻ്റെ പേരൊക്കെ പുറകിൽ കൊടുത്തിട്ടുണ്ട്. വണ്ടി ഫുള്ള് സെറ്റ് പൈസ്. എന്തായാലും നമുക്ക് മെല്ലെ എടുക്കാം. ഇവിടുന്ന് മെല്ലെ എടുത്തിട്ട് വേണം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്കെന്താ ചെയ്യേണ്ട ഫോണിൽ നമുക്ക് മാപ്പ് ഇടണം ഗൈസ്. സിറ്റി ടൂവിലേക്ക് ഞാൻ എല്ലാം മറന്നു പോവാണ്, ഭയങ്കര മറവാണ് ഗൈസ്. സിറ്റി ടൂവൊക്കെ മാപ്പ് ഇടാം. ഇനി അങ്ങോട്ടേക്ക് വിടാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞാൻ ഈ വണ്ടീൻ്റെ സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം. അത് നിങ്ങൾ കേട്ടോ ഗൈസ്. എന്തായാലും മെല്ലെ സിറ്റി ടൂ എത്തിയിട്ട് കാണാം ഗൈസ്. സിറ്റി ടൂ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പറയാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പം മിക്കവാറും എത്താനാവും. കുറച്ചേ ഉള്ളൂ നമുക്ക് വരുന്ന സിറ്റി ടൂവിലേക്ക് ഗൈസ്. അങ്ങനെ ഏകദേശം നമ്മളൊരു പമ്പിലെത്തി. പമ്പിൽ നിർത്തിയിട്ട് ഈ ഒരു വണ്ടി ഉണ്ടോ, ഈ സെയിം സാധനം കളർ മാറ്റുന്നുണ്ട്, ബട്ട് ഇതിൻ്റെ സെയിം വണ്ടി നമ്മളെ കയ്യിലുണ്ട്. അതിൻ്റെ വീഡിയോ നമുക്ക് നാളെ ഇടാം. അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. നമ്മൾ അങ്ങനെ പുറത്ത് എടുക്കലില്ല അവർ. അപ്പോൾ ചെക്കൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. കാരണം ഒന്ന് സിറ്റി ടൂ വരെ പോകാനുള്ളല്ലേ. അപ്പോൾ എന്തായാലും ഇവനെ ഇവിടെ നിന്ന് മെല്ലനെ ഇറക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മെല്ലനെ സിറ്റി ടൂ ഒക്കെ എത്താനാകുമ്പോൾ കാണാം. അല്ലാണ്ട് വേറെ വഴിയില്ല. സിറ്റി ടൂ നിന്ന് ബാക്കി കാണാം. കാരണം വണ്ടിക്ക് ഭയങ്കര പവർ കേട്ടോ. പിന്നെ നമ്മൾ ഈ വണ്ടി കുറച്ച് പഴയ മോഡലും കൂടെയാണ്. ഏകദേശം ഒരു 2010-13 ആ ഒരു മോഡലൊക്കെയാണ്. ഞാൻ എന്തായാലും സിറ്റി ടൂ എത്തിയിട്ട് ബാക്കി കാണിക്കാൻ വിചാരിച്ചു. ബട്ട് ഇവിടെ ഒരു സംഭവങ്ങളുണ്ട്. ഇത് കുറേ കാര്യം ഞാൻ കാണിക്കണം വിചാരിക്കുന്നത്. അത് കാണിച്ചു തരാം. പുതിയ അപ്ഡേഷനിൽ വന്നതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതിലൂടെ കഴിഞ്ഞ പ്രാവശ്യം സിറ്റി ടൂക്ക് പോയപ്പോഴും കണ്ടിരുന്നു. എന്നാലും കാണിച്ചു തരാം. കണ്ടോ ആ ഒരു കാറുണ്ട് അവിടെ. അത് ഇവർ ചെയ്തെടുത്താണെന്നൊന്നും കറക്റ്റല്ല, പക്ഷെ അടിപൊളി ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ അപ്ഡേഷനിൽ വന്നതെന്ന് തോന്നുന്നു. നല്ല സെറ്റാ പഴയ വണ്ടി ഉണ്ടോ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ ബാക്കി എന്തായാലും നമുക്ക് മെല്ലനെ സിറ്റി ടൂവും കാര്യങ്ങളും എത്തിയിട്ട് ബാക്കി നമുക്ക് കാണാം.
ഗൈസ് അപ്പോൾ ഞങ്ങളങ്ങനെ സിറ്റി ടൂവിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ഇൻഡിക്കേറ്ററിട്ട് ഗൈസ് നമ്മൾ വണ്ടി സാധാരണ പുറക്കശത്താണ് പോയി പാർക്ക് ചെയ്യൽ. നമ്മൾ വണ്ടിയിലൂടെ പോകുമ്പോൾ തന്നെ നമ്മുടെ പട്ടിക്കുട്ടി നമ്മുടെ സൈഡിൽ അവിടെ ഇടയ്ക്ക് ആയിട്ട് വരും. അങ്ങനെ കാണിക്കാൻ വേണ്ടി ഗൈസ് പട്ടിനെ കാണില്ലല്ലോ. ഗൂഫി ചിക്കനെ കാണുന്നില്ല. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ നിർത്താം. അവനോട് എവിടെയും കളിക്കാൻ വേണ്ടി തോന്നുന്നു. എന്തായാലും നമുക്കൊരു 5 മിനിറ്റ് അവിടെ നോക്കിയാൽ കാണുന്നില്ലെങ്കിൽ പ്രശ്നമാവല്ലോ. ഗൂഫിനെ കാണുന്നില്ല ഗൈസ്. എവിടെ പോയി കിടക്കാൻ പോകണോ ഗൈസ്? എവിടെ ഗൂഫിയുടെ എടേ? ഇനി വീടിൻ്റെ ഉള്ളിലുണ്ടാവുമോ? ഈ സൈഡിലും കാണുന്നില്ല. എടാ അവിടെയില്ല. എൻ്റെ പൊട്ടച്ചോനെ ഗൂഫി അവിടെ പോയി കിടക്കാണാവോ? നമുക്ക് മെല്ലെ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കാം. ഉള്ളിലുണ്ടോ? കൈശീൻ്റെ ഉള്ളിലൊന്നുമില്ല. നമുക്കതിൽ കുറച്ച് കൈശ നമുക്ക് ചെക്കനെ കാണുന്നില്ല. എന്തായാലും വന്നോളിരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും. നമുക്ക് മെല്ലനെ കയറി ചെറുക്കിയില്ല കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. 2 തുറന്ന് നോക്കാം എന്തായാലും. ഇതൊക്കെ ഇട്ടൊക്കെ നമ്മുടെ മുതൽ ഏതാ വണ്ടി ഉഷാറ് സാധനമല്ലേ. നമുക്കന്നേരം ക്യാമറ പറ്റാം. വണ്ടി ഫുള്ള് തുരുമ്പൊക്കെയാണ്. താക്കോലി തന്നെ നമ്മൾ ഏത് വണ്ടിയാണെങ്കിലും ഗാരേജിലാണെങ്കിലും പുറത്താണെങ്കിലും ഡോറിൻ്റെ സൈഡിലൊക്കെ കഴപ്പാണ്. ആരും എടുത്ത് പോകുന്നവരുണ്ടാവും. എന്നാലും ഞാൻ മെല്ലനെ വണ്ടീൻ്റെ സൈഡൊക്കെ കേട്ടോ. നമ്മളന്ന് നൈറ്റാണ് കൊണ്ടുവന്നിട്ട് ഫുള്ള് സൈഡിലൊക്കെ വരച്ച് ചമ്മന്തി കൊണ്ടുവന്നിട്ട വണ്ടി. എന്തായാലും മെല്ലനെ വണ്ടി എടുത്തു ഗൈസ്. എന്താ അവസ്ഥ നോക്കി നോക്കാം. സ്റ്റാർട്ടാവും അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രണ്ടാക്കൊക്കെ ഒന്ന് കാണിച്ചിട്ട് വിചാരിച്ചു. ഫ്രണ്ടിൽ കണ്ട ആ സൈഡ് ഫുള്ള് തുരുമ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എന്നാലും ഇതിൻ്റെ പാർട്ട് നമുക്ക് ഇന്ന് തന്നെ ഇടാൻ പറ്റുമോ നോക്കാം. എന്തായാലും പുട്ടിടാനൊന്നും നമുക്ക് അധികം ടൈമില്ലല്ലോ. ഓക്കെ ഗൈസ് മെല്ലൊക്കെ ചേട്ടാ പറയാം. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തു ഗൈസ്. കുറേ നേരം ട്രൈ ചെയ്തു. വണ്ടി അങ്ങനെ ചേട്ടാണല്ല. എന്തായാലും ഗൈസ് ചേട്ടായി. ചെക്കൻ സ്റ്റാർട്ടായി ഗൈസ്. സൗണ്ട് ഒക്കെ ഞങ്ങൾ നമുക്ക് എന്തായാലും മെല്ലെ കുറച്ച് കഴുകാം. സിറ്റി ഗൈസ് വണ്ടി ചേട്ടായി അങ്ങനെ. അങ്ങനെ വണ്ടി നല്ല പുറത്തേക്ക് ഇറക്കിയിട്ട് ആ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യാം. തുരുമ്പൊട്ടിച്ചതാണ് ഗൈസ്. പക്ഷേ ഈ വണ്ടി ഷവർ ലൈറ്റിൻ്റെ കൂടി ആയതുകൊണ്ട് പവർ റൈസ്. പിന്നെ നമ്മളെ വലിയപ്പോൾ പണ്ട് തന്നെ ഈ വണ്ടീൻ്റെ വീലും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അത്യാവശ്യം കുറച്ച് സൈസൊക്കെ ഉള്ള വീലാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ നല്ലനെ വണ്ടി പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒന്നുകൂടി നോക്കി നോക്കാം. ഡ്രൈവിങ് ആയി ഗൈസ്. എന്ന സൗണ്ട് ഒന്നും ഓടിപ്പിച്ചിട്ട് പക്ഷെ അങ്ങനെ വണ്ടി ചേട്ടായി നല്ലനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടിച്ചു കൊണ്ട്. പക്ഷേ വീലിന് ചെറിയ ജാമും കാര്യങ്ങളും ഉണ്ട്. നമ്മളെ ഓടുമ്പോൾ റെഡി ആയിക്കോളും തോന്നുന്നു. നമ്മുടെ വണ്ടീൻ്റെ ബാക്കത്തെ ടയർ നല്ല ചിരിയുണ്ട്. 2 സൈഡും ഇരുന്ന് ചിരിഞ്ഞതാണെന്ന് തോന്നുന്നു. കാരണം പണ്ടുണ്ടാക്കിയ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് നല്ല വെയിറ്റ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ ഒരു വണ്ടിയുണ്ട് ഗൈസ്. അപ്പം ഇവിടെ കൊണ്ടുവന്ന് പാർക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഈ വണ്ടീൻ്റെ റീസ്റ്റോറേഷൻ്റെ വീഡിയോസ് ഇങ്ങനെ മെല്ലെ ഇട്ട് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് ലവ് യു ആൾ. ആകാശമൊക്കെ നമുക്ക് ക്ലീൻ അല്ലേ. അപ്പോൾ ടാറ്റ ബൈ സി യു.